ഡെമോൺസ്ട്രേഷൻ പ്രോബ്ലം 10 ഒന്ന് വർക്കൗട്ട് ചെയ്യാം നമുക്ക്. ലേബർ വേരിയൻസ് ആണ് ഇവിടെ. മെന്നുണ്ട് വുമണുണ്ട് വർക്ക് ചെയ്യാൻ. ഒരു ഗ്യാങ്ങായിട്ടാണ് പറയുന്നത്. 20 പേരടങ്ങുന്ന ഒരു ഗ്യാങ്ങാണിത്. നമ്പർ സ്റ്റാൻഡേർഡ് പറയുന്നത്. മെന്ന് 10 ആരുണ്ട്, വുമണുണ്ട്. അത് 20 പുരുഷന്മാരും 10 സ്ത്രീകളും. അങ്ങനെ വേണ്ടി വരുന്നതാണ്. നമ്മൾ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഗ്യാങ് വേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഏതാണ്? സ്റ്റാൻഡേർഡാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് കിട്ടി 9ഉം 8ഉം. അതേപോലെ ആക്ച്വൽ റേറ്റും കിട്ടി. എത്രയാണ്? 10ഉം 7ഉം. അപ്പോൾ സെറ്റ്. പിന്നെ ആക്ച്വലി എത്ര പേരാണ്? അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് 20 മെൻ വേണമെന്നാണ്. പക്ഷേ എത്ര പേര് ആവശ്യമായിട്ട് വന്നുള്ളൂ? 16. വുമണ് 10 നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ കൂടുതലായി, 14 കൂടിയിട്ടുണ്ട്. ഇനി ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ 48 ഹവേഴ്സാണ്. ഓക്കെ അല്ലേ? ഇനി 48 ഹവേഴ്സ് വീക്ക് എന്ന് പറയുമ്പോൾ ഒരാഴ്ചയിൽ 48 മണിക്കൂറുള്ളത്. ഓക്കെ അല്ലേ? ഇത് ശരിക്കും ആക്ച്വൽ ഹവേഴ്സ് ആണല്ലോ. അപ്പോൾ ക്ലിയർ. പക്ഷേ ശ്രദ്ധിക്കണം, ഒരാളല്ല, ആക്ച്വലി 16 ആരാണ്? മെന്നുണ്ട്, 17 വുമണുണ്ട്. അപ്പോൾ ആക്ച്വൽ അവർ പറയുമ്പോൾ 48 എന്ന് പറഞ്ഞാൽ നോർമലി ഉള്ള അവറാണ്. 16 ഇൻറ്റു എത്രയാണ്? 48ഉം 14 ഇൻറ്റു 48 അടിച്ചാൽ എന്ത് കിട്ടുള്ളൂ? ടോട്ടൽ ആക്ച്വൽ അവർ കിട്ടുള്ളൂ. ഓക്കെ, യെസ്. ഇനി ദ ഗ്യാങ് ഹാസ് ആക്ച്വലി കോമ്പോസ്ഡ്, അത് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. പ്രൊഡ്യൂസ്ഡ്, എന്നിട്ട് സ്റ്റാൻഡേർഡ് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. 1200 സ്റ്റാൻഡേർഡ് അവറൊന്നും തന്നിട്ടുണ്ട്. അപ്പോൾ അത് എളുപ്പമായി. സാധാരണ സ്റ്റാൻഡേർഡ് അവറാണല്ലോ കണ്ടെത്തേണ്ടി വരിക. ഈ സ്റ്റാൻഡേർഡ് അവറിൻ്റെ കോമ്പിനേഷൻ ഏതെടുത്താൽ മതി? സ്റ്റാൻഡേർഡ് അവർ ഇങ്ങനെ കിട്ടിയാൽ പറ്റില്ലല്ലോ. മെന്നിനും വുമണിനും കിട്ടണം. അത് അവരുടെ സ്റ്റാൻഡേർഡ് മിക്സ് എത്രയുണ്ട്? 10 പേരാണ് മെന്ന്, 20 പേരാണ് മെന്ന്, പിന്നെ വുമൺ എത്രയാണ്? 10. അപ്പോൾ ഏതാണ്? 2:1 എടുത്താൽ എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് അവറും കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഒന്ന് വൃത്തിയിൽ ചെയ്താലോ? ക്വസ്റ്റ്യനൊക്കെ എഴുതിയെടുത്ത് സെറ്റാണല്ലോ അല്ലേ? സ്റ്റെപ്പ് 1. അപ്പോൾ ഏതായിരുന്നു? DP8 കേട്ടോ. സ്റ്റെപ്പ് 1, കമ്പ്യൂട്ടേഷൻ ടേബിൾ. നമ്പർ 1, 2, 3, 4. കാരണം മിക്സ് ഓഫ് ലേബർ ആണല്ലോ, ഒന്നിൽ കൂടുതലല്ലേ. സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, ആക്ച്വൽ അവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ്, ആക്ച്വൽ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, റിവൈസ്ഡ് ആക്ച്വൽ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. മെൻ, അതേപോലെ വുമൺ, 2 കാറ്റഗറിയാണ്. നമുക്കിനി എന്ത് ചെയ്യാം? വർക്കിംഗ് നോട്ട് കൊടുത്തിട്ട് സ്റ്റാൻഡേർഡ് അവർ കണ്ടെത്താം. ഓക്കെ അല്ലേ? സ്റ്റാൻഡേർഡ് അവർ ഫോർ ഏതാണ്? ആക്ച്വൽ ഔട്ട്പുട്ട്. നമുക്കുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര? 1200 ഹവേഴ്സ് സ്റ്റാൻഡേർഡ് ഹവേഴ്സ്. പക്ഷെ ഇത് ഏത് മിക്സിലെടുക്കണം? സ്റ്റാൻഡേർഡ് മിക്സിലെടുക്കണം. മെന്നിന് വുമൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു 2:1 ആണ്. അപ്പോൾ മെന്നിന് എത്ര വരും? 1200 ഇൻറ്റു 2/1, 800 വരും. സ്വാഭാവികമായിട്ടും ഇനി ബാലൻസ് എത്ര ഉണ്ട്? വുമണ് 400 വരും. അപ്പോൾ ഏത് കിട്ടി? സ്റ്റാൻഡേർഡ് അവർ കിട്ടി. ഓക്കെ അല്ലേ? 800 പിന്നെ 400 ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ് 9ഉം പിന്നെ ഏതാണ്? 8ഉം ആണ്. 8ഉം ആണ്. എന്നാൽ ആക്ച്വലി എത്ര അവർ വന്നത് അത് കാണണം. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാണ്? 2 വെച്ചിട്ട് ആക്ച്വൽ അവർ കാണണം. ആക്ച്വൽ അവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ 48 ഹവേഴ്സാണ്. ഓക്കെ അല്ലേ? മെൻ
എത്ര പേര്? 16 പേര് 48 മണിക്കൂർ വർക്ക് ചെയ്താൽ എത്ര വരും? 16 × 48 ഈസ് ഈക്വൽ ടു 768. അതേപോലെ വുമൺ എത്ര പേരുണ്ടാക്കിയെങ്കിൽ ആക്ച്വലി എത്ര പേരാണ് വർക്ക് ചെയ്തത്? 14 × 48. അപ്പോൾ 672 വരും. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്താൽ 1440 വരും. ഓക്കെ അല്ലേ? ടോട്ടൽ ചെയ്യുന്നത് എന്തിനാ? റിവൈസ്ഡ് ആക്ച്വൽ അവർ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ എമൗണ്ട് കൊണ്ട് എഴുതിയാലോ? 768 ആക്ച്വൽ 768 ഇവിടെയും വേണം 768. 672 ഇവിടെയും 672. പിന്നെ വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 3 ഏതും കൂടെ കാണാം. റിവൈസ്ഡ് ആക്ച്വൽ അവർ കാണാം. എന്താണ് ഉദ്ദേശിച്ചത്? ആക്ച്വൽ അവർ ഏത് മിക്സിൽ? ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. അപ്പോൾ 144 അതിനെ മെന്നിനും വുമണ്ണും ഏത് റേഷ്യോയിലാണ്? 2:1. 144 × 2/3 960 480 960 480 ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് എത്ര? ഇവിടെ ആക്ച്വൽ റേറ്റ് ആണ്. ആക്ച്വൽ റേറ്റ് 10 ഉം 7. പിന്നെ ഇവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് 9 8. ഇവിടെയും സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് 9 8. ഓക്കെ. ഇനി നിങ്ങളിതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 800 × 9 7200. 7200. അടുത്തത് 400 × 8 3200. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 10400 വരും. ദെൻ അടുത്ത് 768 സിമ്പിളല്ലേ, 7680. ദെൻ 672 × 7 4704. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 12384 വരും. അതിനടുത്ത് 768 × 9 ഈസ് ഈക്വൽ ടു 6912. 672 × 8 ഈസ് ഈക്വൽ ടു 5376 പ്ലസ് 69. ടോട്ടൽ 12288 വരും. ദെൻ 960 × 9 ഈസ് ഈക്വൽ ടു 8640. 480 × 8 3840 പ്ലസ് 8640 ഈസ് ഈക്വൽ ടു 12480. ഇനി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്റ്റെപ്പിലേക്ക് പോകും. ഓക്കെ, ഈ വർക്കിങ്സ് ഒക്കെ നമ്മൾ എഴുതിയെടുത്താണല്ലോ. ഓക്കെ, സ്റ്റെപ്പ് ഏതാ? 2. variance calculation. Labor cost variance 1 minus 2. Labor rate variance 3 minus 2. Labor efficiency variance 1 minus 3. Labor mix variance 4 minus 3. Labor yield variance 1 minus 4. ഓക്കെ, 1 by 1 ഒന്ന് ചെയ്ത് നോക്കൂ. ഫസ്റ്റ് 1 minus 2. 1 ഏതാ? 10400 minus 12 384. 1984 അഡ്വേഴ്സ് വരും. ഇതിനടുത്ത് 3 minus 2. 3 ഇതാണല്ലോ അല്ലേ? 12288
12,288 minus 12,384 is equal to 96 adverse വരും. എഫിഷ്യൻസി 1 മൈനസ് 3 ആണ്. 1888 അഡ്വൈസ് വരും. മിക്സ് 4 മൈനസ് 3 12,480 മൈനസ് 12,2288 192 ഫേവറബിളാണ്. ഈൽഡ് 1 മൈനസ് 4 ആണ്. 12,480 2080 അഡ്വൈസ്. Okay, that's all.